ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രാൻസ്ഫോമേഴ്സിനെ കുറിച്ചിട്ടാണ്. SSLC പരീക്ഷയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. എന്താണ് ട്രാൻസ്ഫോമർ, എത്ര ടൈപ്പ് ട്രാൻസ്ഫോമേഴ്സ് ഉണ്ട്, അതിനോടനുബന്ധിച്ച് എടുക്കുന്ന ഫോർമുലാസ്, പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഇത് മുഴുവനായിട്ട് നിങ്ങൾ കാണാം. ഇതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് കുറേ പ്രാവശ്യം ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മ്യൂച്വൽ ഇൻഡക്ഷനാണ്. ഇവിടെ ട്രാൻസ്ഫോമറിൻ്റെ ഘടന എങ്ങനെയാണ്? രണ്ട് സെറ്റ് ഓഫ് കോയിൽസ് ഉണ്ട്, വൗണ്ട് ഓൺ എ സോഫ്റ്റ് അയൺ കോർ. രണ്ട് സെറ്റ് ഓഫ് കോയിൽ ഉണ്ട്. ആ രണ്ട് സെറ്റിൽ ഒരെണ്ണം പ്രൈമറി കോയിലും രണ്ടാമത്തത് സെക്കൻഡറി കോയിലുമാണ്. നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് എത്ര ടൈപ്പ് ട്രാൻസ്ഫോമേഴ്സ് ഉണ്ടെന്നാണ്. നമുക്കറിയാം രണ്ട് ടൈപ്പ് ട്രാൻസ്ഫോമേഴ്സാണുള്ളത്. ഒന്ന് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും രണ്ടാമത്തത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ AC വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി അഥവാ കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ യൂസ് ചെയ്യണമെങ്കിൽ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ നമ്മൾ യൂസ് ചെയ്യുന്നത് AC വോൾട്ടേജ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കറിയാം സ്റ്റെപ്പ് അപ്പിലും സ്റ്റെപ്പ് ഡൗണിലും രണ്ട് സെറ്റ് ഓഫ് കോയിൽസ് നമുക്ക് കാണാം. ഈ രണ്ട് സെറ്റ് ഓഫ് കോയിൽസും കോപ്പർ വയറാണ് യൂസ് ചെയ്തേക്കുന്നത്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ പ്രൈമറിനെ അപേക്ഷിച്ച് നമുക്കറിയാം സെക്കൻഡറിയിലാണ് കൂടുതൽ. എന്നാൽ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൽ സെക്കൻഡറിനെ അപേക്ഷിച്ച് പ്രൈമറിയിലാണ് നമ്പർ ഓഫ് ടേൺസ് അഥവാ നമ്പർ ഓഫ് വൈൻഡിങ്സ് കൂടുതൽ, അഥവാ നമ്പർ ഓഫ് കോയിൽസ് കൂടുതൽ. അപ്പോൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ സെക്കൻഡറിയിലാണ് നമ്പർ ഓഫ് ടേൺസ് അഥവാ നമ്പർ ഓഫ് കോയിൽസ് അഥവാ നമ്പർ ഓഫ് വൈൻഡിങ്സ് കൂടുതൽ. അപ്പോൾ ഈ ടേൺസ്, കോയിൽസ്, വൈൻഡിങ്സ് ഒക്കെ കൂടുതലുള്ളിടത്ത് രണ്ട് കാര്യങ്ങൾ കൂടും. ഒന്ന് വോൾട്ടേജ് കൂടുതലായിരിക്കും, അതുപോലെ തന്നെ ഇൻഡ്യൂസ്ഡ് EMF കൂടുതലായിരിക്കും. ഇപ്പോൾ പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൽ വോൾട്ടേജ് ഏത് കോയിലാണ് കൂടുതൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൽ പ്രൈമറിയിലായിരിക്കും കോയിൽ കൂടുതൽ. അപ്പോൾ അവിടുത്തെ വോൾട്ടേജ് എന്തായാലും കൂടുതലായിരിക്കും. സെക്കൻഡറിനെ അപേക്ഷിച്ച് വോൾട്ടേജ് എവിടെ കൂടുതലായിരിക്കും? പ്രൈമറിയിൽ കൂടുതലായിരിക്കും. ഇനി പ്രൈമറിയിൽ നമ്മൾ തിക്ക് വയേഴ്സാണ് യൂസ് ചെയ്യുന്നത്, സെക്കൻഡറിയിൽ തിൻ വയേഴ്സ്. എന്നാൽ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൽ പ്രൈമറിയിൽ തിൻ വയേഴ്സും സെക്കൻഡറിയിൽ തിക്ക് വയേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ പരീക്ഷയ്ക്ക് നമുക്ക് തെറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ട്രാൻസ്ഫോമർ നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചിരിക്കണം. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറാണ് നമ്മൾ പഠിക്കണമെങ്കിൽ പ്രൈമറിയിൽ തിക്ക് വയേഴ്സ്, സെക്കൻഡറിയിൽ തിൻ വയേഴ്സ്. സെക്കൻഡറിയിലാണ് നമ്പർ ഓഫ് ടേൺസ് അഥവാ നമ്പർ ഓഫ് കോയിൽസ് അഥവാ നമ്പർ ഓഫ് വൈൻഡിങ്സ് ഏതായാലും സെയിം ആണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ വോൾട്ടേജും ഇൻഡ്യൂസ്ഡ് EMF ഒക്കെ അവിടുത്തെ കൂടുതലായിരിക്കും. ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഇക്വേഷനാണ്, ഇത് കാണാണ്ട് തന്നെ പഠിച്ചു വെക്കണം. ഇതിൽ റിലേറ്റ് ചെയ്തിരിക്കുന്ന കുറേ പ്രോബ്ലംസ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ NS/NP = VS/VP = IP/IS. NS/NP VS/VP ഇത് രണ്ടും നമുക്ക് തെറ്റില്ല, പക്ഷെ ഇവിടെ വരുന്നത് IP/IS ആണ്. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് ആണ്, V എന്ന് പറയുന്നത് വോൾട്ടേജ്, I എന്ന് പറയുന്നത് കറണ്ട്. അപ്പോൾ എസും പിയും ഇതൊക്കെ സെക്കൻഡറി, വോൾട്ടേജ് ഇൻ സെക്കൻഡറി, നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി, അതുപോലെ തന്നെ നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി, കറണ്ട് ഇൻ ദ പ്രൈമറി കോയിൽ, കറണ്ട് ഇൻ ദ സെക്കൻഡറി കോയിൽ. അപ്പോൾ ഈ ഫോർമുല കറക്റ്റായിട്ട് പഠിച്ചിരിക്കണം. ഇവിടെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദ ഇൻപുട്ട് വോൾട്ടേജ് ഓഫ് എ ട്രാൻസ്ഫോമർ ഈസ് 240 volt AC. There are 80 turns in the secondary coil and 800 turns in the primary coil. What is the output voltage of the transformer? ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്തൊക്കെ അറിയാം? പ്രൈമറി കോയിലുള്ള നമ്പർ ഓഫ് ടേൺസ്, അതായത് NP എത്രയാണ് നമുക്കറിയാം, എത്രയാണ്? 800. അതുപോലെ തന്നെ സെക്കൻഡറി കോയിലുള്ള നമ്പർ ഓഫ് ടേൺസ് എത്രയാണ്? NS എന്ന് പറയുന്നത് 80. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ടേൺസ് ഇത്രയും നമുക്കറിയാം. ഇനി ഇവിടെ പറഞ്ഞേക്കുന്നത് ഇൻപുട്ട് വോൾട്ടേജും ഔട്ട്പുട്ട് വോൾട്ടേജും എന്നൊക്കെയാണ്. അപ്പോൾ നമ്മളോട് വോൾട്ടേജിൻ്റെ പ്രൈമറി, വോൾട്ടേജിൻ്റെ സെക്കൻഡറി എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? വോൾട്ടേജ് ഇൻ ദ പ്രൈമറിയാണ്, അതായത് വോൾട്ടേജ് ഇൻ ദ പ്രൈമറിയാണ് ഇൻപുട്ട് വോൾട്ടേജ്. അതുപോലെ തന്നെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് എപ്പോഴും വോൾട്ടേജ് ഇൻ ദ സെക്കൻഡറി ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് വോൾട്ടേജ് ഇൻ ദ പ്രൈമറിയും ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് വോൾട്ടേജ് ഇൻ ദ സെക്കൻഡറിയുമാണ്. ഇത് പരീക്ഷയ്ക്ക് ഒരു കൺഫ്യൂഷൻ ആവശ്യമില്ല, ഇത് എന്തായാലും നമ്മൾ പഠിച്ചിരിക്കണം. ഇവിടെ
നമുക്ക് ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഫോർമുല NS/NP = VS/VP. നമ്മളോട് ഇവിടെ എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്? VS ആണ് ഇവിടെ നമ്മളോട് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ VSനെ ഇവിടെ നിർത്തിയിട്ട് ബാക്കി എല്ലാത്തിനും ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരാം. അതായത് NS/NP × VP. ഇത് ഡിവിഷൻ ഇവിടെ ഇൻറ്റു ആയിട്ട് മാറും. VS എന്ന് ആൻസർ കിട്ടി. NS നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി എത്രയാണ്? 80 ആണ്. അതുപോലെ തന്നെ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി എന്ന് പറയുന്നത് 800 ആണ്. അതുപോലെ തന്നെ VP എന്ന് പറയുന്നത് എത്രയാണ്? 240. നമ്മളിത് ക്യാൻസൽ ചെയ്ത് വരുമ്പോൾ 24 വോൾട്ട്. അതായത് VS എന്ന് പറയുന്നത് 24 വോൾട്ട് ആണ്. ആൻസർ കിട്ടും. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. 2022 SSLCയിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. ഇതിൽ ഫസ്റ്റ് പറഞ്ഞേക്കുന്ന ക്വസ്റ്റ്യൻ, ഈ ട്രാൻസ്ഫോമർ ഈ ഫിഗർ റെപ്രസെന്റ് ചെയ്തേക്കുന്നത് ഒരു ട്രാൻസ്ഫോമർ ആണ് വിത്ത് നോ പവർ ലോസ് ഇല്ലാത്ത ട്രാൻസ്ഫോമർ ആണ് നമ്മൾ ഇതിൽ കൊടുത്തേക്കുന്നത്. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമർ ഈസ് ഷോൺ ഇൻ ദ ഫിഗർ? ഏത് ടൈപ്പ് ട്രാൻസ്ഫോമർ ആയിരിക്കും? നമുക്കറിയാം പ്രൈമറി കോയിലാണ് നമ്പർ ഓഫ് ടേൺസ് കൂടുന്നെങ്കിൽ അത് ഏത് തരം ട്രാൻസ്ഫോമർ ആയിരിക്കും? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആയിരിക്കും. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത്, നെയിം ദ പ്രിൻസിപ്പൽ ബിഹൈൻഡ് വിച്ച് ദ ട്രാൻസ്ഫോമർ വർക്ക്സ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഫസ്റ്റിലെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. അടുത്തത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡറി കോയിൽ ഓഫ് എ ട്രാൻസ്ഫോമർ ആസ് ഡബിൾ ടേൺസ് ദാറ്റ് ഓഫ് ഇറ്റ്സ് പ്രൈമറി കോയിൽ. ഇഫ് ദ വോൾട്ടേജ് അപ്ലൈഡ് ഇൻ ദ പ്രൈമറി കോയിൽ ഈസ് 25 വോൾട്ട്, വാട്ട് വിൽ ബി ദ വോൾട്ടേജ് ഇൻ ദ സെക്കൻഡറി? ഇവിടെ പ്രൈമറി കോയിലിൽ ഉള്ള ടേണിങ്സിനേക്കാളും സെക്കൻഡറി കോയിലിൽ ഡബിൾ ടേണിങ്സ് ആണ് വരുന്നത്. അതായത് ഇപ്പോൾ പ്രൈമറി കോയിലിൽ 2 ആണെങ്കിൽ സെക്കൻഡറി കോയിലിൽ എത്ര ടേണിങ്സ് ഉണ്ടായിരിക്കും? 4. അതായത് ഡബിൾ ടേണിങ്സ് ആണ് വരുന്നത്. അപ്പോൾ നമ്മളോട് ഇവിടെ പ്രൈമറി കോയിലുള്ള വോൾട്ടേജ് എത്രയാണെന്ന് പറഞ്ഞേക്കുന്നത്? 25 വോൾട്ടേജ് ആണ് പ്രൈമറി കോയിലിൽ. അപ്പോൾ സെക്കൻഡറി കോയിലിൽ എത്ര വോൾട്ടേജ് ഉണ്ടായിരിക്കും? 25 × 2 = 50 വോൾട്ട്. അതായത് വോൾട്ടേജ് ടേണിങ്സ് കൂടുന്തോറും നമ്മൾ 2 കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇൻഡ്യൂസ്ഡ് EMFും അതുപോലെ തന്നെ വോൾട്ടേജും കൂടും. അപ്പോൾ ഇവിടുത്തെ പ്രൈമറി കോയിലുള്ള ടേണിങ്സ് 2 ആണെങ്കിൽ സെക്കൻഡറി കോയിലിൽ 2s ആയിരിക്കും, അല്ലെങ്കിൽ 2 × 2 4 ആയിരിക്കും. അപ്പോൾ പ്രൈമറി കോയിലിൽ 25 വോൾട്ടേജ് ആണെങ്കിൽ സെക്കൻഡറി കോയിലും ഡബിൾ ചെയ്യും, വോൾട്ടേജ് ഡബിൾ ചെയ്യും. അതായത് സെക്കൻഡറി കോയിലിലെ വോൾട്ടേജ് എന്ന് പറയുന്നത് 50 വോൾട്ട് ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.